ഡൽഹി ടീം ഇന്ന് ഭാഗ്യം കൊണ്ടാണ് ജയിച്ചത്. സഞ്ജുവിനെ ചതിച്ച് ഔട്ടാക്കില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് ഡൽഹി ടീം ജയിക്കില്ല. ഇന്നത്തെ മാച്ച് തോറ്റാൽ ഡൽഹി പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരുന്നു. അതുകൊണ്ട് അവർ ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു താരത്തെ ചതിച്ചാണെങ്കിലും അവർ കളി ജയിച്ചു. ഇപ്പോഴത്തെ ഇന്ന് കളി ജയിച്ച ശേഷം ഡൽഹി ടീമിൻ്റെ കോച്ചായ റിക്കി പോണ്ടിങ്ങും ഗാംഗുലിയും പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോച്ചായ പോണ്ടിങ്ങും ഗാംഗുലിയും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇന്നത്തെ സഞ്ജുവിൻ്റെ ഔട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. സഞ്ജുവിൻ്റെ ആ ക്യാച്ച് ഞങ്ങളും TV സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. റീപ്ലേകളിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇത് ക്രിക്കറ്റാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമ്പയറാണ്. അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും. അത് എല്ലാ താരങ്ങളും മനസ്സിലാക്കണം. ഇതുപോലെ ഒരുപാട് തെറ്റുകൾ അമ്പയർക്ക് വന്നിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാനുള്ള പവർ അമ്പയറിനാണ്. അതാരും തന്നെ ചോദ്യം ചെയ്യരുത്. ഞങ്ങളും ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കളി ജയിച്ചത്. സഞ്ജുവിൻ്റെ കളിയും മികച്ചതായിരുന്നു. സഞ്ജു ഇന്ന് വിജയം അർഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബൗളേഴ്സ് രാജസ്ഥാൻ ടീമിനെ എറിഞ്ഞൊതുക്കി. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ മാച്ച് നിർണായകമായിരുന്നു. ഇന്ന് തോറ്റാൽ ഞങ്ങൾ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരുന്നു. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് ഡൽഹി ടീം ഇന്നെത്തിയത്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും അടുത്ത മാച്ചിൽ ഇതേ കളി ഡൽഹി ടീം കാഴ്ചവെക്കുമെന്ന് പോണ്ടിങ്ങും ഗാംഗുലിയും വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. ജയിക്കേണ്ട മത്സരമാണ് രാജസ്ഥാൻ തോറ്റുപോയത്. കളിച്ച് അവസാനം തോറ്റതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. ഇത് ചതിച്ചാണ് ഡൽഹി ടീം ജയിച്ചിരിക്കുന്നത്. അതാണ് രാജസ്ഥാൻ ആരാധകർക്ക് നിരാശ കൂടുതൽ. സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറി ഇന്ന് കാണാൻ സാധിച്ചേനെ. എന്നാൽ അമ്പയറുടെ തെറ്റായ തീരുമാനം കൊണ്ട് സഞ്ജുവിൻ്റെ സെഞ്ചുറി വരെ നഷ്ടമായി. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിൻ്റേത് ഔട്ടാണോ സിക്സ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.